നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വീട്ടമ്മമാരും സഹോദരിമാരുമാണ്. വിലക്കയറ്റം ഞാൻ പറയേണ്ടതില്ല. ആ വിലക്കയറ്റത്തിൻ്റെ രക്തസാക്ഷികളായ അമ്മമാരും പെങ്ങന്മാരുമാണ് ഇവിടെ ഇരിക്കുന്നത്. വീട്ടുകാരെ അറിയിക്കാതെ, മക്കളെ അറിയിക്കാതെ, ഭർത്താവിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പെടാപ്പാടുപെടുന്ന ലക്ഷോപലക്ഷം സഹോദരിമാർ ഈ പിണറായി ഗവൺമെൻറ് ഒന്ന് ഇറങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കാത്തതായിട്ട് ഒരാളുമില്ല. വിലക്കയറ്റമെന്ന് പറയുന്ന ഈ ഏറ്റവും സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ സംവിധാനത്തിനൊന്ന് കൺട്രോൾ ചെയ്യാൻ, ചെറുവിരലനക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷമായി ഒന്നും ചെയ്തിട്ടില്ല. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ അനുഭവസ്ഥരാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന ഗവൺമെൻറ്റാണ് ഇന്ന് ഈ കാണപ്പെട്ട അവസ്ഥയിലേക്ക് മാറിയത്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കേണ്ടി വന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 9 വർഷക്കാലം ആ ഗവൺമെൻറ്റിൻ്റെ കൂടെ 8.5 വർഷക്കാലം ആ ഗവൺമെൻറ്റിൽ MLA ആയി, ജനപ്രതിനിധിയായി, ഇടതുപക്ഷത്തിൻ്റെ വക്താവായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ, അധികാരത്തിൽ വന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ പിണറായിയുടെ സ്വഭാവം മാറുകയാണ്, ഭരണത്തിൻ്റെ രീതി മാറുകയാണ്. ഇതെല്ലാം ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ പ്രാദേശിക തലത്തിൽ പോലും ചവിട്ടിമെതിക്കപ്പെടുകയാണ്. പ്രാദേശികമായിട്ടുള്ള പൊതുപ്രവർത്തകർക്ക് ആരുമാകട്ടെ, UDF LDF ഒന്നുമില്ലാത്തവരാവട്ടെ, നമുക്കറിയാം നമ്മുടെയൊക്കെ നാടിൻ്റെ സ്പന്ദനങ്ങൾ എന്ന് പറയുന്നത് ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പഞ്ചായത്ത് മെമ്പർമാരോ അല്ലെങ്കിൽ അതല്ലാത്തവരോ ആയ അവരുടെ പ്രവർത്തനമാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനപരമായ വളർച്ച. അവരുടെ ഇടപെടലുകളാണ് ഈ നാടിൻ്റെ മനുഷ്യർക്കുണ്ടാകുന്ന യഥാർത്ഥമായിട്ടുള്ള ആശ്വാസം. അത്തരത്തിൽ താഴേക്കടയിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഇന്ന് നമ്മൾ കണക്കാക്കുന്ന MLA-മാർക്ക് പോലും സർക്കാരിൽ ഇടപെടാനോ ജനങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ആ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് നേടിയെടുക്കാനോ ഒന്ന് ശബ്ദമുയർത്താനോ ഒന്ന് കണ്ണുരുട്ടി നോക്കാൻ പോലും അവകാശമില്ലാതെയായി. ഈ സ്റ്റേജിലും വേദിയിലും ഇരിക്കുന്ന പൊതുപ്രവർത്തകർ, ഇടതുപക്ഷത്തിൻ്റെ സ്റ്റേജിലും ഈ വേദിയിലും ഇരിക്കുന്ന പൊതുപ്രവർത്തകർ എല്ലാവരും ഒരേ അനുഭവസ്ഥരായിരുന്നു. ജനങ്ങൾക്കൊരു വിലയുമില്ല, ജനപ്രതിനിധികൾക്കൊരു വിലയുമില്ല. ഇവിടെ ഞങ്ങൾ ഭരിക്കും, ഇവിടുത്തെ IAS ഭരിക്കും, ഇവിടെ പോലീസ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ പോകണമെന്ന് ഇവിടുത്തെ IPS-കാർ തീരുമാനിക്കും. വില്ലേജ് ഓഫീസർ എങ്ങനെ പെരുമാറണമെന്ന് വില്ലേജ് ഓഫീസർ തീരുമാനിക്കും. ഓഫീസുകളിൽ കയറിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അടക്കം അവഹേളിച്ച് വിടുന്ന ജില്ലാ കലക്ടർമാർ, പഞ്ചായത്ത് പ്രസിഡന്റിന് നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന വില്ലേജ് ഓഫീസർമാർ, ഇതായിരുന്നു കേരളം. ഇത് മുന്നോട്ട് പോയപ്പോൾ ഇതിനൊന്ന് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ കേരളം മറ്റൊരു ഉത്തരേന്ത്യയാകും എന്ന് കൃത്യമായും ബോധ്യപ്പെടുകയാണ്. അനവധി തവണ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറഞ്ഞു, പാർട്ടിയിൽ പറഞ്ഞു, പാർലമെന്ററി പാർട്ടിയിൽ പറഞ്ഞു, നേതാക്കന്മാരുമായുള്ള വ്യക്തിപരമായ ബന്ധം വെച്ച് വ്യക്തിപരമായി പറഞ്ഞു. കാര്യങ്ങൾ അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ പോക്ക് പോയാൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച്, ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് വലിയ അപകടത്തിലേക്ക് എത്തും. ഒരു ഏകാധിപത്യത്തിലേക്ക്, ഒരു ജനാധിപത്യത്തെ കൊണ്ടുപോകുന്ന ഈ രീതി പാർട്ടി ഇതിൽ ഇടപെടണം. മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞു, പല തവണ പറഞ്ഞു. അപ്പോഴൊക്കെ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളായിരുന്നു. ഞാൻ മറ്റാരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് തെറ്റിദ്ധരിച്ചു. പലരുമായി ഞാൻ ഏറ്റുമുട്ടി, പലരുമായി ഞാൻ നേർക്കുനേരെ ഏറ്റുമുട്ടി. ഇവിടുത്തെ പല സംഭവ വികാസങ്ങളും കേരളത്തിലെ ജനങ്ങളിൽ എത്തിക്കേണ്ട ഒരവസ്ഥ വന്നു. ആ അവസ്ഥക്ക് അവസാനം എനിക്ക് ഇനി അതിൻ്റെ അകത്ത് നിന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയായി മാറും എന്ന എൻ്റെ തോന്നൽ, എൻ്റെ മനസാക്ഷി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജിവെച്ച് ഞാൻ പുറത്തേക്ക് വരുന്നത്. ആ രാജിവെച്ച് പുറത്തേക്ക് വരുമ്പോൾ
ഞാനൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല. നാളെ എനിക്ക് എന്ത് സംഭവിക്കും, എന്താകും, എൻ്റെ ഭാവി എന്ത്, എൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത്, എൻ്റെ ജീവിതമെന്ത്. ഈ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലരും എൻ്റെ കൈ പിടിച്ചു വലിച്ചു, പലരും എന്നെ തടുക്കാൻ ശ്രമിച്ചു. ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നെ സ്നേഹിച്ചവർ, എന്നോട് താല്പര്യമുള്ളവർ, എന്തിനേറെ പറയുന്നു എൻ്റെ ശത്രുക്കളായി അപ്പുറത്ത് നിന്നവർ പോലും എന്നോട് പറഞ്ഞു, അൻവർ നിങ്ങളത് ചെയ്യരുത്. പക്ഷേ അത് ചെയ്യാതെ പുറത്തിറങ്ങി അതിനകത്തിരുന്ന് ഞാൻ സംസാരിക്കുന്നതിന് പരിമിതികളുണ്ട്. ആളുകൾ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പരിധികളുണ്ട്. ഈ പരിധിയെയും പരിമിതിയെയും മറികടക്കണമെങ്കിൽ രാജിവെച്ച് പുറത്തിറങ്ങണം എന്ന് സ്വയം തീരുമാനിച്ച് പുറത്തിറങ്ങിയവനാണ് ഞാൻ. എനിക്കവിടെ അള്ളി പിടിച്ച് നിൽക്കാമായിരുന്നു. നിങ്ങൾക്കറിയാം, ഈ കേരളത്തിലെ 140 MLA-മാരിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. പല MLA-മാരുടെയും പല മന്ത്രിമാരുടെയും കാര്യങ്ങൾ പോലും വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഈ ശബ്ദം കേൾക്കുന്ന അപ്പുറത്തുള്ള MLA-മാർക്കും മന്ത്രിമാർക്കും അറിയാം. അങ്ങനെ ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു തിരിച്ചിൽ നമ്മൾ കാണുന്നത്. എനിക്ക് വേണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും പറ്റിക്കൊണ്ട് അവിടെ നിൽക്കാമായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ മനസാക്ഷി എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ 1.5 വർഷമായി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു. നിങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങിയത് കഴിഞ്ഞ ഒരാഴ്ചയോ 2 ആഴ്ചയോ ആയിട്ടായിരിക്കാം. തൊണ്ട പൊട്ടുമാറ് കേരളത്തിൽ കഴിഞ്ഞ 1.5 വർഷമായി പിണറായിസത്തെക്കുറിച്ച്, അതിൻ്റെ വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ജനങ്ങളോട് ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി പത്രം എന്ന നിലക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത്. ഇവിടെ രാഘവേട്ടൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് എവിടെ വേണമെങ്കിൽ മത്സരിക്കാമായിരുന്നു. മലപ്പുറത്തിലെ UDF-ൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയാം. ഏത് നിയോജക മണ്ഡലത്തിലും നോമിനേഷൻ കൊടുത്തുകൊണ്ട് കൈവീശിയാൽ ഒരാഴ്ച കൊണ്ട് 10,000-കണക്കിന് വോട്ടിന് ജയിക്കാൻ സാധ്യതയുള്ള സംവിധാനവും സൗകര്യവും ഉണ്ടായപ്പോഴും ഞാനത് തിരഞ്ഞെടുക്കാൻ നിന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഉയർത്തിയ ഈ പിണറായിസവും ഈ മരുമോനിസവും അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. എളുപ്പമുള്ളിടത്ത് എള്ളെറിയുന്ന രീതി എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും സ്വീകരിക്കാറില്ല. ഞാനിവിടെ ഈ കൊടുങ്കാറ്റിനെതിരെയാണ്, ഈ തിരമാലകൾക്കെതിരെ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നുള്ളത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ ധാർമ്മികതയുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബേപ്പൂരിലേക്ക് കടന്നു വന്നത്. ബേപ്പൂർ അത്ര എളുപ്പമുള്ള സ്ഥലമാണ് എന്ന് കരുതി വന്നവനല്ല ഞാൻ. പക്ഷേ ഞാൻ വിശ്വാസമർപ്പിച്ചത് ഈ ഇരിക്കുന്ന ജനങ്ങളെയാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളിലേക്കും ആ ജനകീയ കോടതിയിലേക്കാണ് ഞാൻ ഇറങ്ങി വന്നത്. അത് ചിന്തിക്കാനുള്ള മനസാക്ഷിയുള്ള കാരുണ്യമുള്ള മനുഷ്യർ ഈ നാട്ടിലുണ്ട്. ആ നാട്ടിലെ ജനങ്ങളുമായി സംവദിക്കാനാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അതിന് മാറ്റമുണ്ടാകും. നിങ്ങൾക്കറിയുമോ, പോലീസ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടം ഞാൻ പറയണോ നിങ്ങളോട്? എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന കേരളം എന്ന് അഭിമാനിക്കുന്ന ഈ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? പോലീസിലെ ഒരു വിഭാഗം കൃത്യമായി ഇതിൽ ഇടപെടുകയും ഇതിൻ്റെ ഭാഗമാക്കുകയും കച്ചവടം ചെയ്യുന്ന വിഭാഗമായി അന്നത്തെ DGP അജിത് കുമാറിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ഞാൻ വിളിച്ചു. ആ നൊട്ടോറിയസ് ക്രിമിനലിൻ്റെ കീഴിൽ കേരളത്തിലുടനീളം മയക്കുമരുന്ന്. എത്ര കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടായത്? അമ്മമാരും സഹോദരിമാരും ഉണ്ടല്ലോ ഇവിടെ. നിങ്ങളൊരു ആൺകുട്ടി വളർന്നു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുക? മോൻ വലുതായി വരുന്നുണ്ട്, അവനൊരു 10-16 വയസ്സായാൽ നിങ്ങൾക്ക് ആശ്വാസമായി, നിങ്ങൾക്കൊരു സെക്യൂരിറ്റിയായി, നാളെ ഒരു കാവൽക്കാരനായി കരുതുന്ന മക്കൾ. അതാണ് ഒരു രക്ഷിതാവിൻ്റെ ആശ്വാസം. പക്ഷേ കേരളത്തിൽ ഇന്ന് പല സ്ഥലങ്ങളിലും പല വീടുകളിലും സ്ഥിതി എന്താണ്? അമ്മയെ ബലാത്സംഗം ചെയ്യുന്ന മക്കൾ, പെങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന മക്കൾ. എത്ര കേസുകൾ ഇവിടെ വന്നു? ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ആൺമക്കളുള്ള വീട്ടിൽ വാതിൽ തുറന്നിട്ട് കിടക്കാൻ പറ്റുന്ന സാഹചര്യം ഒഴുകാണ്ടാകേണ്ട വീട്ടിൽ അമ്മമാരും സഹോദരിമാരും ആങ്ങളെയും ആൺകുട്ടിയായ മകനുമുണ്ട് എന്നതിൻ്റെ പേരിൽ അമ്മമാര് ഡബിൾ ലോക്ക് വെക്കേണ്ട സ്ഥിതി ഈ കേരളത്തിൽ ഉണ്ടാക്കിയത് ആരാണ്? ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഈ പിണറായിയും സംഘവും ഈ പോലീസും അല്ലാതെ. ഇവിടെ നൈറ്റ് ലൈഫ് വേണമെന്ന് പറഞ്ഞു കേരളത്തിൻ്റെ ഈ പറയുന്ന ടൂറിസം മന്ത്രി. ഇവിടുത്തെ എല്ലാ ബാറുകളും തുറന്നു കൊടുത്തു, നൈറ്റ് ലൈഫ് ആരംഭിച്ചു. നമ്മുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾക്ക് കണ്ണോടിച്ചാൽ കാണാം
ഇവിടെയൊക്കെ തന്നെ പണിതുയർത്തിയിരിക്കുന്ന ടൂറിസം പദ്ധതികളിൽ ഈ പറയുന്ന ബേപ്പൂര് പോയാലും ചാലിയത്ത് പോയാലും അവിടുത്തെ അമ്മമാർ സഹോദരിമാർ എന്നോട് പറഞ്ഞു, മോനെ 9 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ഇവിടെ മക്കൾ പുറത്തു പോയി തിരിച്ചു വരുന്നത് ഏത് സമയത്താണ് നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ. 10 മണി കഴിഞ്ഞാൽ മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കേന്ദ്രങ്ങളായി മാറുന്നു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. അവിടെ ഒരു നിയന്ത്രണം. 10 മണിക്ക് ശേഷം ഇതൊക്കെ തുറന്നു കൊടുക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ അതിന് നിയന്ത്രണമുണ്ടാകും, അതിന് പോലീസ് ഉണ്ടാകും, അതിന് സംവിധാനമുണ്ടാകും. ഇവിടെ പോലീസുമില്ല, ഒരു സംവിധാനവുമില്ല. ഈ നാടിലെ മയക്കുമരുന്ന് കച്ചവടക്കാരെ കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഇവിടെ. ഇന്ന് വരെ 10 മണി വരെ തുറന്നിരുന്ന ബാറ് ഈ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് രാത്രി 12 മണി വരെ തുറന്നു കൊടുക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ട് 3 ആഴ്ചയായിട്ടുള്ളൂ. 10 വർഷം മുമ്പ് കേരളത്തിൽ 43 ബാറുകൾ ഉണ്ടായിരുന്നത് ഇന്ന് 847 ബാറുകളായി വരുന്നു. അറിയോ നിങ്ങൾക്ക്? പാലക്കാട് സർക്കാർ ഇവിടെ ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുന്നു. ആ ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കാനുള്ള പേര് ജനങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പരസ്യം കൊടുക്കുന്നു ഈ ഗവൺമെന്റ്. ആരെയാണ് വെല്ലുവിളിക്കുന്നത്? കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഡി അഡിക്ഷൻ സെന്ററുകളിൽ കിടക്കാൻ സ്ഥലമില്ലാതെ നിൽക്കുന്നു. ഈ രീതിയിലല്ലേ പോകുന്നത്? ഏത് ഭാഗമെടുത്ത് പരിശോധിച്ചാലും ഈ കാര്യങ്ങളിൽ നിന്ന് സമയം പരിമിതമായതുകൊണ്ട് ബേപ്പൂരിൽ 2 വാക്ക് പറയാതെ നിവൃത്തിയില്ല. ഞാൻ ഈ മണ്ഡലത്തിലേക്ക് കടന്നു വന്ന രാഷ്ട്രീയ സാഹചര്യം നിങ്ങളോട് ഞാൻ വിവരിച്ചു. ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങളിലും ചില വിരോധങ്ങളും മാത്രമാണ് രാഷ്ട്രീയമായിട്ടുണ്ടെന്നൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് വന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ, ഈ നാട്ടിലൂടെ നടക്കുമ്പോൾ, ഇവിടുത്തെ മനുഷ്യരെ കാണുമ്പോൾ, അവരോട് സംവദിക്കുമ്പോൾ, ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഇവിടെ നിങ്ങൾ വിജയിപ്പിച്ചയച്ച ശ്രീ മുഹമ്മദ് റിയാസ് എന്ത് ചെയ്തു എന്ന ചോദ്യം ഈ ജനങ്ങളുടെ മുന്നിൽ വോട്ടിംഗ് ബൂത്തിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരികയാണ്. ഞാൻ നിലമ്പൂരിനെയുമായിട്ടാണ് കമ്പയർ ചെയ്തത്. ഞാൻ ആദ്യം അന്വേഷിച്ചത് നമ്മുടെ സുഹൃത്തുക്കളോട് ഇവിടുത്തെ ആശുപത്രിയുടെ അവസ്ഥയാണ്. എന്താണ് ആശുപത്രിയുടെ അവസ്ഥ? എല്ലാ നിയോജക മണ്ഡലങ്ങളുടെയും ഹെഡ്ക്വാർട്ടേഴ്സാണ് താലൂക്ക് ആശുപത്രി. താലൂക്ക് ആശുപത്രിയിൽ ഒന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞു. പോയി നോക്കുമ്പോൾ സ്ഥിതി എന്താ നിങ്ങൾക്കറിയുമോ? ഈ സഹോദരിമാർ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൽ പ്രസവിക്കാൻ സൗകര്യമില്ലാത്ത ഏക ആശുപത്രി, സർക്കാരിൻ്റെ ഏക താലൂക്ക് ആശുപത്രി ഈ നിൽക്കുന്ന ഫറൂഖിലെ താലൂക്ക് ആശുപത്രിയാണ്. പലരും ഈ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം, പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഒരു പ്രസവം നടത്തി വരാൻ 3-കിട പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിൽ പോലും ഒരു 50,000 രൂപയില്ലാതെ പ്രസവിച്ച് കുഞ്ഞിനെയും കൊണ്ടുപോരാൻ ഒരാൾക്കും സാധ്യമല്ല. കടം വാങ്ങുകയാണ്, കടക്കാരാവുകയാണ്. കുഞ്ഞിനെ പ്രസവിക്കാൻ വീടിൻ്റെ ആധാരം പണയം വെക്കണം. ഇവിടുത്തെ പല ഹെൽത്ത് സെന്ററുകളും പൂട്ടിക്കിടക്കുന്നു. 1000-കണക്കിന് കിഡ്നി രോഗികളുണ്ട് എൻ്റെ അന്വേഷണത്തിൽ ഈ മണ്ഡലത്തിൽ. എന്ത് സംവിധാനമാണ് സർക്കാർ തലത്തിലുള്ളത്? 3 മെഷീനാണ് ഈ ഫറൂഖ് ആശുപത്രിയിലുള്ളത്. അത് തന്നെ പലതും പ്രവർത്തനരഹിതം. 3 ആൾക്ക് പോലും ഒരു ദിവസത്തിൽ ഡയാലിസിസ് കൊടുക്കാൻ കഴിയുന്നില്ല. ഇത്രയും സ്വാധീനമുള്ള മന്ത്രി ഈ നാട്ടിൽ 5 കൊല്ലമുണ്ടായിട്ട് ഈ 1000-കണക്കിന് രോഗികൾ കടം വാങ്ങി, പലിശക്ക് വാങ്ങി, പാവപ്പെട്ടവർ പിരിവെടുത്ത് മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി 2000-ഉം 1500-ഉം 3000-ഉം കൊടുത്ത് ഡയാലിസിസ് ചെയ്യുന്നത് എന്താ ഈ മന്ത്രി കാണാതെ പോയത്? എന്താ ഇടപെടാതിരുന്നത്? 2016-ൽ നിലമ്പൂരിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത് ഏകദേശം 6-7 മെഷീനുകളാണ്. നിങ്ങൾക്കറിയുമോ, ഇന്ന് 63 മെഷീൻ നിലമ്പൂരിൻ്റെ താലൂക്ക് ആശുപത്രിയിലും CHSയിലുമായിട്ട് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സഹായത്തോടു കൂടി. ഇവിടെ ആ നിലക്കുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഇവിടെ പൂട്ടുകയാണ്. കോടിക്കണക്കിന് രൂപ ഇവിടെ പെയിന്റ് അടിക്കാൻ ചെലവഴിക്കുമ്പോൾ, ഇവിടെ ലൈറ്റ് ഇടാൻ ചെലവഴിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കേണ്ട നിലപാടെടുക്കേണ്ട മന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിങ്ങൾക്കറിയോ, ഈ ഫറൂഖ് പാലത്തിൻ്റെ താഴെ ഒരു PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്. നിങ്ങൾക്ക് പോകുമ്പോൾ കാണാം. മന്ത്രി ഒരു പത്രം പ്രിന്റ് ചെയ്ത് നിങ്ങളെയൊക്കെ വീട്ടിലെത്തിച്ച് തന്നിട്ടുണ്ടല്ലോ. അതിൽ അഭിമാനകരമായ ഒരു നേട്ടമായി പറയുന്നത് ഫറൂഖ് റെസ്റ്റ് ഹൗസ് രണ്ടാമത് റിനോവേറ്റ് ചെയ്യാൻ 4.5 കോടി രൂപ ചെലവാക്കി. ഫറൂഖ് റെസ്റ്റ് ഹൗസ്, ഉണ്ടായ റെസ്റ്റ് ഹൗസ്, അത് റിനോവേറ്റ് ചെയ്യാൻ 4.5 കോടി രൂപ ചെലവാക്കി എന്ന് പറഞ്ഞ് അതിൻ്റെ ഫോട്ടോവും ഈ പത്രത്തിൽ അഭിമാനമായി കൊടുത്തിരിക്കുകയാണ്. ഈ 4.5 കോടി അദ്ദേഹത്തിന് കിടന്നുറങ്ങാനുള്ള രാജകൊട്ടാരം ഉണ്ടാക്കാനാണ്. 50 ലക്ഷം രൂപയാണ്
VIP മുറിക്ക് വേണ്ടിയിട്ട് ഈ നിങ്ങളുടെ മൂക്കിൻ്റെ ചോട്ടിൽ ഈ പാലത്തിൻ്റെ സൈഡിൽ കിടക്കുന്ന റെസ്റ്റ് ഹൗസിന് വേണ്ടി ചിലവായിട്ടുള്ളത് മന്ത്രി ഇറക്കിയ പത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഈ വിരോധാഭാസം? ഈ 4 കോടി റുപ്പികയുടെ പകുതി ഉണ്ടെങ്കിൽ പൂട്ടിപ്പോയിട്ടുള്ള ഈ ഹെൽത്ത് സെൻ്ററുകൾ നമുക്ക് ഇവിടെ ആരംഭിക്കാൻ സാധിക്കും. പ്രസവ സൗകര്യമുണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. ESI ആശുപത്രി തൊട്ടപ്പുറത്ത് കിടക്കുന്നു. 2.5 വർഷമായി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ഒരു സ്കാനിങ് മെഷീൻ, ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ, ഒരു തിയേറ്ററിലുള്ള ഉപകരണങ്ങൾ, ഒരു ഫുൾ ഫ്ലഡ്ജ് ലാബ് എക്യുപ്മെൻറ്റ്സ് ഒരു മുറിയിലിട്ട് പൂട്ടിപ്പോയിരിക്കുന്നു. ഞങ്ങൾ പോയി ആശുപത്രിയിൽ സൂപ്രണ്ടിനെ കണ്ടു. ഇവിടെ ഇരിക്കുന്ന UDF നേതാക്കന്മാരുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? സ്റ്റാഫില്ല, വയറിംഗ് നടത്തിയിട്ടില്ല. അതിനൊരു 10,000 രൂപ ചെലവഴിക്കാൻ ഈ മന്ത്രിയുടെ കയ്യിലില്ല. 4.5 കോടിക്ക് റെസ്റ്റ് ഹൗസ് പണിയാനും 50 ലക്ഷത്തിന് ബെഡ്റൂം പണിയാനും ഒരു മടിയുമില്ല. ഈ വ്യത്യാസമാണ് ഇവിടുത്തെ ജനങ്ങൾ പരിശോധിക്കേണ്ടത്. നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ മക്കൾ പഠിക്കാൻ കടം വാങ്ങി പണയം വെച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കേണ്ട ഗതികേടാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ളത്. ഒരു സർക്കാർ കോളേജ് ഈ നാടിൻ്റെ മുക്കിലും മൂലയിലും തെരഞ്ഞാൽ കാണില്ല. കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു സർക്കാർ കോളേജ് ഇല്ലാത്ത അത്യപൂർവ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ്. എന്തിനേറെ പറയുന്നു, തൊട്ടടുത്ത കടലുണ്ടി ഒരൊറ്റ പഞ്ചായത്തേ ഉള്ളൂ. ആ പഞ്ചായത്തിൽ ഗവൺമെൻറ് UP സ്കൂളില്ല. അറിയോ നിങ്ങൾക്ക്? ഗവൺമെൻറ് ഹൈസ്കൂളില്ല. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളില്ല ഈ പറയുന്ന കടലുണ്ടിയിൽ. അവിടെയാണ് 1.5 കോടി കൊടുത്തൊരു പഴയ പാലം പെയിന്റ് അടിച്ച് അവിടെയും ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം? 2 അംഗനവാടികൾ ഈ കടലുണ്ടി പഞ്ചായത്തിൽ തന്നെ കെട്ടിടം അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് 1.5 കൊല്ലം മുമ്പ് ഒഴിവാക്കി. കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല. അവിടെ നാട്ടുകാരും അംഗനവാടിയിൽ പ്രവർത്തിക്കുന്ന ടീച്ചർമാരും വാടക കൊടുത്ത് ഒരു കെട്ടിടത്തിന്റെ ചായ്പിൽ 4 ഷീറ്റും ഓടുമിട്ട് വലിച്ചു കെട്ടിയ ഒരു വാടക കെട്ടിടത്തിൽ ഈ കടലുണ്ടി പഞ്ചായത്തിലെ 2 അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതാണ് ബേപ്പൂര്. തൊട്ടടുത്ത് ബേപ്പൂർ പോർട്ടിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ ചെയ്തിരുന്ന കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായ ബേപ്പൂർ പോർട്ട് തകർന്ന് തരിപ്പണമായി ഒന്നുമില്ലാതെയായി 100-ൽ താഴെയുള്ള തൊഴിലാളികൾ. അവർക്കൊന്നും മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പോലും ഈ മന്ത്രി ചെയ്തു കൊടുത്തിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? കാക്കക്കിരിക്കാൻ തണലില്ലാത്ത പോർട്ട് ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടെങ്കിൽ അത് ബേപ്പൂർ പോർട്ടാണ്. രാവിലെ തുടങ്ങുന്ന വെയിൽ വൈകുന്നേരം വരെ ചാക്ക് കൊണ്ട് തൊപ്പിയുണ്ടാക്കി കെട്ടിയ പാവപ്പെട്ട തൊഴിലാളികളെ ഈ ബേപ്പൂർ തുറമുഖത്ത് ഞാൻ കണ്ടു. മത്സ്യത്തൊഴിലാളികൾ, ഞാൻ പറയേണ്ടതില്ല, അനുഭവസ്ഥരാണ് നിങ്ങൾ. മുട്ടറ്റൻ ചളിയിലാണ് ഈ മത്സ്യബന്ധന പ്രദേശങ്ങളിലൂടെ അവർ കച്ചവടം ചെയ്യുന്നത്. കോടാനക്കോടി റുപ്പികയുടെ മത്സ്യം കയറ്റി അയച്ചിരുന്ന ബേപ്പൂർ തുറമുഖത്ത് ഒരാൾ പോലും വരുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വിദേശ കമ്പനികൾക്ക് വന്നിറങ്ങിയവർ മുഴുവൻ അകത്തേക്ക് കയറാതെ മടങ്ങിപ്പോകുന്നു. അത്രയും വൃത്തിഹീനമായ അവസ്ഥ ഈ പോർട്ടുകളിൽ നടക്കുകയാണ്. എവിടെയാണ് മാറ്റം? ഫറൂഖിലും ഈ പറയുന്ന രാമനക്കാട്ടുകരയിലെയും നമ്മൾ ആളുകൾ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ നടന്നു. എന്താണ് നടന്നത്? ഈ പറയുന്ന അഴിമതിക്ക് വേണ്ടിയുള്ള ടൂറിസത്തിന്റെ അപ്പുറം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരാൾക്ക് ജോലി കൊടുക്കാൻ എന്തെങ്കിലും ഒരു തൊഴിൽ പദ്ധതി ഈ നാട്ടിലുണ്ടോ? എത്ര ഗവൺമെന്റിന് സ്ഥലങ്ങളുണ്ട് ഇവിടെ? 25 ഏക്കർ ബേപ്പൂരിൽ കിടക്കുന്നു, ഈ 84-ൽ കിടക്കുന്നു 75 ഏക്കർ, അപ്പുറത്ത് കടലണ്ടിയിൽ കിടക്കുന്നു 45 ഏക്കർ. ഞങ്ങളൊക്കെ നിലമ്പൂരിൽ 1 സെന്റ് സ്ഥലം ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി കിട്ടാൻ നാട്ടുകാരുടെ കാല് പിടിക്കുന്ന അവസ്ഥയാണ്. അവിടെയാണ് 150ഓളം ഏക്കർ ഭൂമി സർക്കാരിന്റെ കയ്യിൽ കസ്റ്റഡിയിലുള്ള ഈ മണ്ഡലത്തിൽ ഒരു കോളേജോ, ഒരു മറൈൻ കോളേജോ, ഒരു ആശുപത്രിയോ, ഒരു തൊഴിൽശാലയോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ആയിരക്കണക്കിന് തൊഴിലാളികൾ പ്രവർത്തിച്ച വിരലിൽ എണ്ണാവുന്ന എത്രയോ കമ്പനികൾ, ഓട് ഫാക്ടറികൾ പൂട്ടിപ്പോയി, തീപ്പെട്ടി കമ്പനികൾ പൂട്ടിപ്പോയി, പ്ലൈവുഡ് കമ്പനികൾ പൂട്ടിപ്പോയി. ഒരാൾക്കും തൊഴിലില്ല. 2000-ൽ പരം തൊഴിലാളികൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന സ്റ്റീൽ കോംപ്ലക്സ്, ഫറൂഖ് സ്റ്റീൽ കോംപ്ലക്സ്, 33 ഏക്കർ സ്ഥലം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഖാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ, നിങ്ങൾ ചുറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം, 1 സെന്റ് ഭൂമിക്ക് എന്ത് വില കിട്ടുമെന്ന്. എന്ത് വില കിട്ടും? 50 ലക്ഷം വില പറയുന്ന ഭൂമി 1 സെന്റിന്.
വേണ്ട 25 ലക്ഷം എടുക്കാം, അതും വിടാം. 10 ലക്ഷം കണക്കാക്കിയാൽ 320 കോടി രൂപയുടെ 32 ഏക്കർ ഭൂമിയുണ്ട്. 100 കോടിയിൽ പരം രൂപയുടെ സ്ക്രാപ്പ് ഉണ്ട്. സർക്കാർ കണക്കാക്കിയത് നിങ്ങളുടെ കൺമുമ്പിലാണല്ലോ. ആ കമ്പനി വിറ്റു. എത്ര കോടിക്ക് അറിയോ നിങ്ങൾക്ക്? വെറും 32 കോടി രൂപക്ക്. സെന്റിന് 1 ലക്ഷം രൂപ കണക്കാക്കിയാൽ വെറും 32 കോടി. 100 കോടിയുടെ ഈ പറയുന്ന ഇരുമ്പിന്റെ സ്ക്രാപ്പ് അവിടെ കിടക്കുകയാണ്. 500 കോടിയുള്ള മുതല് ഈ ഫറൂഖിലെ, ഈ നാട്ടിലെ നിങ്ങളുടെ നികുതി പണം കൊള്ളയടിച്ചു പോയി. ഇവർ വിറ്റുപോയി. ആരാ വാങ്ങിയത് ആർക്കും അറിയില്ല. ഛത്തീസ്ഗഡിലെ ഏതോ ഒരു കമ്പനി, ആ കമ്പനിയെ തേടി ഞാൻ ആളുകളെ വിട്ടു. അങ്ങനെ പോയി നോക്കിയ ഛത്തീസ്ഗഡിൽ എത്തിപ്പെടാൻ തന്നെ അവർക്ക് 3 ദിവസം എടുത്തു. ആ കാണുന്ന അഡ്രസ്സിൽ അങ്ങനെ ഒരു കമ്പനിയിലെ ഒരു കുഗ്രാമം. ഇവിടെ വിവരാവകാശത്തിന് കത്ത് കൊടുത്തു. മാസങ്ങൾ പലത് കഴിഞ്ഞു, ഒരു മറുപടിയുമില്ല. ഈ പഴയ ഫറൂഖ് പാലം എന്നോ ഇടിഞ്ഞ് തകരേണ്ട പാലം, ആ പാലത്തിന് പെയിന്റ് അടിക്കാനും ലൈറ്റ് ഇടാനും വേണ്ടി മാത്രം ചെലവഴിച്ചത് നിങ്ങൾക്കറിയോ? 3.25 കോടി രൂപ. 3.75 ലക്ഷം രൂപ. ഈ മനുഷ്യർ ഇവിടെ പട്ടിണി കിടക്കുമ്പോൾ മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, മത്സ്യബന്ധനം നടത്താൻ കഴിയാതെ, മക്കളെ പഠിപ്പിക്കാൻ കഴിയാതെ, പ്രസവിക്കാൻ കഴിയാതെ ദുരിതക്കടലിൽ ഈ മനുഷ്യർ നിൽക്കുമ്പോൾ 25 കോടി രൂപയാണ് ബേപ്പൂർ ഫെസ്റ്റ് എന്ന ഓമന പേരിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂരം മൊത്തം അഴിമതി. ആരുടെ പണമാണ്? ഈ ഇരിക്കുന്ന നിങ്ങളുടെയും എൻ്റെയും പണം, ഈ നാട്ടിലെ സാധാരണക്കാരുടെ പണം. ആ പണമാണ് ഇവിടെ കൊള്ളയടിക്കപ്പെടുന്നത്. അതാണ് ഇവിടെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതിവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ ജനങ്ങൾ ആലോചിക്കേണ്ട തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇവിടെ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് എനിക്ക് വികാരപരമായ എതിർപ്പുണ്ട്. ഒരു ജനപ്രതിനിധിയുടെ ഒരു ഉത്തരവാദിത്വവും, ഈ ഇത്രയും അധികാരമുണ്ടായിട്ട്, സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട്, മുഖ്യമന്ത്രി വിചാരിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ നടത്താൻ ശേഷിയുള്ള അധികാരം കയ്യിൽ കിട്ടിയിട്ട് ഒരു ഫോൺ എടുത്ത് പറഞ്ഞാൽ ഈ മനുഷ്യരുടെ പരിഹരിക്കാൻ കഴിയുന്ന നിരവധിയായ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിക്കുകയാണ്. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിച്ച് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചവനാണ്. ഈ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിന്ന്, ഈ പോരാട്ടം ആരംഭിച്ചത് 1.5 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ അത് അവസാനിപ്പിക്കുമ്പോഴും അതിൻ്റെ മുന്നിൽ ഈ പിണറായിസത്തിൻ്റെയും ഈ കുടുംബാധിപത്യത്തിൻ്റെയും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ അവസാനിപ്പിക്കണമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടപെടലും പ്രവർത്തനവും പ്രാർത്ഥനയും ഈ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകണം. ഇവിടെ മാറ്റമുണ്ടാകണം. പിണറായിസത്തെ ഈ തൂത്തെറിയുമ്പോൾ ബേപ്പൂരിൽ ഉണ്ടാകേണ്ട മാറ്റം ഈ ജനങ്ങൾക്ക് അനുഗുണമാകണം എന്ന് സ്നേഹപൂർവ്വം നിങ്ങളോട് വോട്ട് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും വോട്ടും, നിങ്ങളുടെ കുടുംബങ്ങളുടെ, ബന്ധുക്കളുടെ, നിങ്ങളുടെ അയൽവാസികളുടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ, നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നവരുടെ ഒരു ഫോൺ കോളിലൂടെ എങ്കിലും നിങ്ങൾ വോട്ടുകൾ അഭ്യർത്ഥിച്ച് UDFിൻ്റെ വിജയത്തിന് നിങ്ങളുടെ സഹായമുണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇത്രയും സമയം ഇതിൽ പങ്കാളികളായ ജനാധിപത്യ മതേതര വിശ്വാസികളെ മുഴുവൻ ജനങ്ങളോടും, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും അമ്മമാരോടും സഹോദരിമാരോടും പ്രത്യേകം നന്ദിയും സ്നേഹവും ആദരവും ബഹുമാനവും നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.